Guys, നമ്മളപ്പോൾ ഇതിന്റെ 4K 60 FPS ൽ ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാമേ. നമ്മൾ ഫോക്കസ് മാറ്റുന്ന സമയത്ത് പോയിട്ടുണ്ട്. ദാ ഇവിടെ കയറുന്ന സമയത്ത് ഫോക്കസ് പിടിച്ചിട്ടുണ്ട്. ക്ലോസ് റേഞ്ചിൽ ഫോക്കസ് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കോണേ. ദാ പിടിച്ചിട്ടുണ്ട്. ഫോക്കസ് മാറി. ദാ ഫോക്കസ് പിടിച്ചിട്ടുണ്ട്. അറ്റ് സെക്കൻഡിൽ തന്നെ സാധനം പിടിക്കുന്നുണ്ട് കേട്ടോ. നൈസ് അല്ലേ? അത് കൊള്ളാം കേട്ടോ. ഗൈസ്, എല്ലാ ഫുട്ടേജും നോക്കിയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണിത്. ഇത് ലാസ്റ്റല്ല ഇടാൻ പോകുന്നത്. ആദ്യം എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. എന്തുകൊണ്ട് ഇതിപ്പം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഇത്രയും ക്രൗഡിനിടയിൽ ഞാൻ ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ പൊതുവെ അങ്ങനെ ആരും ചോദിക്കാത്തൊരു ഡിവൈസാണ് ഗാലക്സി S24. അപ്പോൾ നമ്മൾ അൾട്രയിലെ വീഡിയോ ഇട്ടു. ഇതാ നമ്മൾ അടുത്ത് S24 കൊണ്ടുവന്നിട്ടുണ്ട്. S24ഉം 24 പ്ലസും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സ്ക്രീൻ സൈസ്, ബാറ്ററി സൈസ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ 24ന്റെ A to Z ക്യാമറ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണാൻ പോകുന്നത് നോർമൽ ഫോട്ടോ, നോർമൽ വീഡിയോ, അതുപോലെ തന്നെ 1080p 30 പോർട്രേറ്റ് വീഡിയോ, പോർട്രേറ്റ് ഫോട്ടോസ്, ഹ്യൂമന്റെ ഫോട്ടോ, സബ്ജക്റ്റിന്റെ അല്ലാത്ത ഫോട്ടോസ്, പിന്നെ ഡയറക്ടേഴ്സ് വ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട് ഇതിനകത്ത്. അപ്പം അതൊക്കെയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഈ നട്ടപ്പാതിരത്തേക്ക് നമ്മൾ നൈറ്റ് മോഡ് ഫോട്ടോ എടുക്കാനായിട്ട് വന്നേക്കാണ്. ദാ S24ലാണ് കേട്ടോ എടുക്കാൻ പോണത്. ദാ ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കുക, ക്യാമറ എടുത്തതിന് ശേഷം നൈറ്റ് മോഡ് ഓണാണ് കേട്ടോ. നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് അവിടെ നിന്ന് വെട്ടം പറഞ്ഞേ, ആ വെട്ടം ഒന്ന് വയ്ക്കോട്ടെ. അതാ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ 4 സെക്കൻഡ് മതി എന്നാണ് പറയണത്. 3, 2, 1, 0. ഇതാ ഇപ്പോൾ ഇവിടെ പ്രോസസ്സ് ആവുകയാണ്. ഞാൻ ആദ്യം എടുത്തപ്പോൾ വിചാരിച്ചത് വന്നിട്ടില്ല അത് കേട്ടോ. ഇപ്പോൾ നോക്കിയ പ്രോസസ്സായിട്ടൊരു വരക്കം വരുവടായി. എന്തിനാടേ ഇത് പകലായാടായി. S24ന്റെ ഫോട്ടോയാണ് കണ്ട. ഇതാണ് വെട്ടം. ഇതാ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. എന്തിനാടേ ഇത് സെറ്റ് കേട്ടോ സാധനം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 60 FPS രാത്രി എടുക്കുന്ന വീഡിയോ ആണ്. 1x നിന്നാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി 1080p കൂടെ കാണിച്ചു തരാമേ ക്വാളിറ്റി. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS ആണ്. ഒന്ന് ബ്രൈറ്റ് ഇടാവോ? അതായത് ഇപ്പം നൈറ്റ് ഷൂട്ട് ചെയ്യണതാണ് കേട്ടോ. 1080p 60 FPS രാത്രി ഇങ്ങനെയായിരിക്കും വീഡിയോ ഫുട്ടേജ് പറഞ്ഞത്. ഇനി രാത്രിയത്തെ ഫുട്ടേജ് ആരും കാണിച്ചില്ല എന്ന് പറയരുത്. ഇതാണ് ആ ഒരു 1080p 60. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു 10-15 മിനിറ്റ് അത് എടുത്തുള്ളൂ. ക്യാമറ എടുത്തിട്ട് പോക്കറ്റ് ഇട്ടിട്ട് പിന്നെ 40 Pro Max കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തോണ്ട് നിന്ന് എന്നിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടും ഇതാ ഹീറ്റ് ഈ കേസ് ഇട്ടിട്ടും നല്ലപോലെ ഹീറ്റ് അടിക്കണ്ടേ. വേറെ ഒന്നും ചെയ്യില്ല. കുറച്ച് നേരം ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആ 2 വീഡിയോ എടുത്ത് നോക്കട്ടെ. ബാക്കി പെർഫോമൻസും കൂടെ ഒന്നുകൂടെ യൂസ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇന്നലെ രാത്രി നമ്മൾ 100% ചാർജ് ആക്കിയതാണ്. രാത്രി നമ്മൾ കുറച്ച് നൈറ്റ് മോഡ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഫോൺ പിന്നെ എടുക്കുന്നത്. 84% ചാർജ് ചെയ്യുന്നത്. നമുക്കിപ്പം കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു പോർട്രേറ്റ് എടുത്ത് നോക്കാം. അതായത് ഹ്യൂമൻ സബ്ജക്റ്റ് മാത്രമല്ല വേറെ പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ പറ്റുമെന്ന് കൂടെ നോക്കാം കേട്ടോ. ക്യാമറ ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കിയതിന് ശേഷം പോർട്രേറ്റ് ഉണ്ട്. പോർട്രേറ്റിൽ 1x 2x 3x ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 40 Pro Maxൻ്റെ ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. S24 പോർട്രേറ്റിൽ 1x എടുത്ത ഫോട്ടോയാണിത്. ഇത് 2x എടുത്ത ഫോട്ടോ. അതുപോലെ തന്നെ ഇത് 3x എടുത്ത ഫോട്ടോയാണ്. ഇത് വീണ്ടും ഔട്ട്ഡോറിൽ തന്നെ 2x എടുത്തൊരു ഫോട്ടോയാണ്. സാംസങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് ഹ്യൂമൻ ഫേസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നത്. ഇത് പോർട്രേറ്റ് 1x ഇത് 2x അതുപോലെ തന്നെ ഈ കാണുന്നത് 3x എടുത്ത ഫോട്ടോയാണ്. ഇതും വേറൊരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്താണ്. ഇപ്പം പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്താലൊന്നും സബ്ജക്റ്റ് ഒന്നും അങ്ങനെ ഫോക്കസ് ഔട്ടൊന്നും ആവുന്നില്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ എടുത്ത ഫോട്ടോസ് കാണിച്ചു തരാമേ. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. എന്നിട്ട് ഇതാ 1, 2, 3 കളറൊക്കെ കിട്ടില്ല. 3x എടുത്തതാണ് കേട്ടോ. ഇത് 2x 5, 6, 7, 8 ഇത്രയും ഫോട്ടോസാണ് ഇന്ന് നമ്മൾ എടുത്തത്. ഞാൻ ഇന്നത്തെ ദിവസം ഈ ഫോൺ ഈ ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാ ഹീറ്റിങ് ഈ കേസ് ഇട്ടിട്ട് പോലും ഇതാ ഇവിടെ ഇത്രയും നല്ല ഹീറ്റിങ്. ആ ഒരു എക്സിനോസിൻ്റെ ഊള പ്രൊസസ്സർ കാരണമാണ് ഈ ഒരു ഹീറ്റിംഗ് ഉണ്ടാകുന്നത്. ഞാൻ വിചാരിച്ചടാ അവന്മാർ ഇതിനകത്ത് എക്സിനോസ് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവന്മാർ ഇച്ചിരി ബെറ്റർ ആയിരിക്കും കൊണ്ടുവരണമെന്ന് വിചാരിച്ചേ. പക്ഷേ അല്ല, നല്ല ഹീറ്റിംഗ് ഉണ്ട്. പോർട്രേറ്റ് മാത്രമാണ് എടുത്തൊരു 5 ഫോട്ടോ എടുത്തപ്പം നല്ല ഹീറ്റിംഗ്. നീ ഹീറ്റിംഗ് ഉണ്ടാകും തൊട്ടോക്ക്. പിടിച്ചോക്ക്, ഫോൺ പിടിച്ചോക്ക്. ഹീറ്റിംഗ്. അപ്പോൾ ബാക്കിയും കൂടെ ഒക്കെ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പം നല്ല പ്രകാശമുണ്ട്. നമ്മൾ ഉച്ച സമയം വീഡിയോ എടുക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റിയും കൂടെ നമുക്ക് നോക്കാം. പോർട്രേറ്റ് ഫ്രണ്ട് സെൽഫിയും അതുപോലെ തന്നെ നോർമൽ ഫ്രണ്ട് സെൽഫിയും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് അൾട്രാ വൈഡ് പോലെ ആക്കിയതിന് ശേഷം പോർട്രേറ്റ് ഇങ്ങനെ എടുക്കുക. കയ്യിലൊക്കെ വയ്ക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കുറച്ച് ചെറിയ ഫോൺ ആയതുകൊണ്ട് ഇപ്പോൾ ഫുള്ളിലാണ് കിടക്കുന്നത്. നമുക്ക് 16:9 ആക്കാം. 16:9 ആക്കിയതിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് ഇനി കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. പോർട്രേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം പോർട്രേറ്റ് ഇതാ ഇവിടെ
അത്യാവശ്യം നല്ലതാണ് കേട്ടോ പോർട്രേറ്റ്. ആ ഫോട്ടോ ഞാനിവിടെ റിസൾട്ട് കൊടുത്തേക്കാം. പോർട്രേറ്റ് കൊള്ളാടേ, ഫ്രണ്ട് ക്യാമറയിലെ പോർട്രേറ്റ് നോക്ക്, നൈസ് അല്ലേ, കൊള്ളാം, അത് കൊള്ളാടേ. ഇനി അടുത്ത് നോർമൽ സെൽഫി നമുക്ക് എടുക്കാം. ഒരെണ്ണം എടുത്തു, ഇനി കുറച്ച് ക്ലോസ് ആക്കിയിട്ട് ഒരെണ്ണം എടുക്കാമേ. പഴയ പോലെ മറ്റേ കളറൊന്നും കൂട്ടിയടിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഇവിടെ നോർമൽ തന്നെയായിട്ട് കേട്ടാ കാണുന്നതൊക്കെ. നമ്മൾ ഈ കാണുന്ന ഷർട്ടിൻ്റെ കളർ തന്നെയാണ് ഇതിൽ കൂടെ കാണുന്നത്. നിങ്ങൾ റിസൾട്ടിൽ നോക്കിയാൽ മതി. കൊള്ളാം, വൈഡ് ഫോട്ടോ ഉള്ളതല്ലേ, നൈസ് ഫോട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു ഫോട്ടോ ഇടതും ഫ്രണ്ട് പോർട്രേറ്റിൻ്റെതും. ബാക്ക് പോർട്രേറ്റ് നിങ്ങൾ കണ്ടല്ലോ. ബാക്ക് പോർട്രേറ്റ് നമ്മൾ എടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ബാക്ക് പോർട്രേറ്റ് ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം കളറ് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ നോർമൽ കളറും ഇതിലെടുത്ത ഫോട്ടോയുടെ കളറും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എനിക്ക് കണ്ണിൽ ഫീൽ ചെയ്യണ കളറ്. ഇത് കുറച്ചുകൂടെ കൂടുതൽ നിൽപ്പുണ്ട്. അതിൻ്റെ റിസൾട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഗൈസ് S24ൻ്റെ ഹ്യൂമൻ സബ്ജക്റ്റിന് പോർട്രേറ്റ് എടുക്കണ കാണണ്ടേ, 3x ഞാൻ എടുത്ത് കാണിച്ചു തരാമേ. ഇതാ ഒരാൾ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇതാ ടാപ്പ് ചെയ്തു, ഒരു ഫോട്ടോ എടുത്തു, മാറല്ലേടാ എന്ന് വെച്ചിട്ട് 3x ഇതാ ഇങ്ങനെ വെച്ചിട്ട് റെഡി കാണിക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്തു. 2x നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് കയറിയിട്ടൊരു ഫോട്ടോ എടുക്കാമേ. നമ്മൾ ലെവൽ 7 ആണ് കേട്ടോ ഇങ്ങനെ ടോപ്പ്. ആ സമയത്തിന് 1 നമുക്ക് 1 കിട്ടില്ല ഫോട്ടോ എടുക്കാമേ. ഇവിടെ നിന്ന് എങ്ങനെ വെച്ചിട്ട് 1 ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് യൂട്യൂബിൽ ഇടാനും ഈ ഒരു ഫോട്ടോ എനിക്ക് യൂട്യൂബിൽ ആഡാക്കാനും. ഇത് 3x എടുത്തൊരു ഫോട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണത് ഐഫോണിൽ റെക്കോർഡ് ചെയ്യണതാണ് കേട്ടോ. ഐഫോണിൽ പോർട്രേറ്റ് 3x ഒരു ഫോട്ടോ എടുത്ത് ഇത് 40 പ്രമേഷൻ എടുത്തത് ഫോട്ടോ. എടാ ഇത് നമുക്ക് ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഫോട്ടോ. നമ്മൾ സാംസങ്ങിൽ എടുത്തത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. രണ്ടും ഞാൻ കൊടുത്തേക്കാം. ഐഫോണിൽ എടുത്തതും സാംസങ്ങിൽ എടുത്ത് കൊടുത്തേക്കാം. സാംസങ്ങിൽ ഇപ്പോഴത്തെ നമുക്ക് 9:16 കിട്ടിയിട്ടുണ്ട്. ഐഫോണിൽ 15 സീരീസ് മുതലേ 9:16 നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേതിൽ ഇപ്പോൾ എടുത്തത് 4:3 ആണ് കേട്ടോ. നിങ്ങൾ പറയാതെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. രണ്ടും ഒരുപോലെ തന്നെ എടുത്തിട്ട് ആരെയും ഫേവർ ചെയ്തെടുത്തല്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഏത് ഡിവൈസ് കിട്ടിയാലും ഫോട്ടോ എടുക്കും. ഓക്കെ, സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ച് പൊട്ടാതായി. നല്ല ചൂടല്ലേ? നല്ല ചൂടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഫോൺ ഹീറ്റ് ആവണമെന്ന് പറയണത് എന്തുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ, ഒരു ഫോൺ ഹീറ്റ് ആവണതിൽ പ്രശ്നമില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള പണി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഹീറ്റ് ആവണമെങ്കിൽ കുഴപ്പമില്ല. ഇത് നോർമൽ 2 ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ 2 പോർട്രേറ്റ് എടുക്കുമ്പോഴോ അത് ഹീറ്റ് ആവണം, അത് ശരിയല്ലടാ. ഈവൻ ഈ റേഞ്ചിൽ പറഞ്ഞ ഒരു 15 സീരീസ് ഏതെങ്കിലും എടുത്ത് വെച്ചാൽ 15 അല്ലെങ്കിൽ 15+ ഒക്കെ എടുത്ത് വെച്ചാൽ പോലും ഇങ്ങനെ ചെറിയ, അതായത് നോർമൽ ഫോട്ടോ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഹീറ്റ് ആവില്ലടാ. അപ്പം അതൊരു ഡീമെറിറ്റ് ആയിട്ട് തോന്നി. S23ൽ നിന്നും S24ലോട്ട് വരുമ്പോൾ പോർട്രേറ്റിനെ പറ്റി പറയാനാണെങ്കിൽ S23ൽ പോർട്രേറ്റ് ഹ്യൂമൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫോക്കസ് പിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഒന്ന് അങ്ങോട്ടേക്ക് നിന്നാലൊക്കെ ഫോക്കസ് പിടിക്കത്തുള്ളൂ. ഇതിലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൊടുക്കണ എവിടെയാണോ അവിടെ ഫോക്കസ് പിടിച്ചോളും. വലിയ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 14 Pro Max പോലും ഹ്യൂമൻ സബ്ജക്റ്റിന്, അതായത് ബാക്ക്ഗ്രൗണ്ട് അത്രയും ക്ലോസ് ആയിരുന്നിട്ട്, ഇപ്പോൾ ഐഫോണിൻ്റെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഒന്നുമില്ല, അതായത് ബൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പോർട്രേറ്റ് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, മനസ്സിലായ. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. സാധനം 7ൽ തന്നെ ഇട്ടിട്ടും പോർട്രേറ്റ് S24ലാണെങ്കിൽ പോർട്രേറ്റ് പിടിച്ചിട്ടുണ്ട്. ലൈക്ക് 1x ആണെങ്കിൽ 2x ആണെങ്കിൽ 3x ആണെങ്കിൽ നിന്നടുത്ത് തന്നെ നമുക്ക് പോർട്രേറ്റ് പിടിച്ചിട്ടുണ്ട്. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. പക്ഷേ ഹീറ്റിങ് അതൊരു കുണച്ച പരിപാടിയായി. ഇപ്പോൾ അവന്മാർക്ക് സ്നാപ്ഡ്രാഗൺ കൊടുത്തുകൂടായിരുന്നു അവിടെ. ഈ ഒരു ഹീറ്റിംഗ് ഒന്നും അതിൽ വരൂലായിരുന്നു എനിക്ക് ഈ സമയത്ത്. അപ്പം കുറച്ചുകൂടെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഗൈസ് നമുക്കിനിയും 4K 60 FPS 1080p 60 FPS കൂടെ നോക്കാം കേട്ടോ. ഇവിടെ സൗണ്ട് വലിയ കുറവാണ്. അപ്പം അതിൽ നിന്നുള്ള ഫുട്ടേജ് നോക്കാമേ. ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് S24ൽ 4K 60 FPS അൾട്രാ വൈഡിലാണ്. പൊതുവേ സൗണ്ട് കുറവാണ്. ജസ്റ്റ് നിങ്ങളെ സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ മതി. ലൈറ്റ് നോർമൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് 1x കൂടെ റെക്കോർഡ് ചെയ്ത് നോക്കാമേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1x 4K 60 തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സൺലൈറ്റ് അവിടെ നിന്ന് തന്നെയാണ് അടിക്കുന്നത്. നിങ്ങൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇനി 1080p 60 കാര്യങ്ങൾ നമുക്ക് അകത്ത് ക്രൗഡിൽ നിന്നിട്ടുള്ള ഫുട്ടേജ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം കയ്യിൽ വെച്ചേക്കാൻ നല്ല സുഖമാണ്. ചെറിയ ഫോണാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം 4K 1x കേട്ടോ റെക്കോർഡ് ചെയ്യുന്ന 60 FPS. ഇതിൽ നിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൂം ഇൻ ചെയ്ത് ഒരു 10x വരെ പോകാൻ പറ്റും. ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് 4x 2x 1x സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതാ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 10x ഫുട്ടേജാണ് കേട്ടോ. 4x 2x 1x അൾട്രാ വൈഡിൽ നിന്നും അതുപോലെ സൂമിന് എത്ര വരെ പോകുമെന്ന് നോക്കാം 4K.
റെക്കോർഡ് ചെയ്യുന്നത് അൾട്രാ വൈഡിലാണ്. അൾട്രാ വൈഡ് 4K 60 FPS ആണ്. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് 2x പോകും. 2x നിന്ന് 1x അൾട്രാ വൈഡ്, 1x 2x വരെ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ 2x വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 2x ഇടുന്ന സമയത്ത് വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അൾട്രാ വൈഡിലൂടെ നോക്കാമേ. നമുക്ക് 12 മെഗാ പിക്സലിൽ അൾട്രാ വൈഡിലൊരു ഫോട്ടോ അതേ ഒബ്ജക്റ്റ് തന്നെ 1x എടുക്കാം. അതേ ഒബ്ജക്റ്റ് തന്നെ 3x നമുക്ക് എടുക്കാം. ആളെ പൊയ്ക്കോട്ടെ. 3x ക്വാളിറ്റി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് സൂം ഇൻ ചെയ്ത് 6x നമുക്കെടുക്കാം. അതുപോലെ തന്നെ 10x അതേ കാര്യം നമ്മൾ എടുക്കുകയാണ്. ക്വാളിറ്റി നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. പോർട്രേറ്റിൽ സൂം ഇന്നും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാം. 3x നിന്ന് നമുക്ക് സൂം ഇന്നും കാര്യങ്ങളൊന്നുമില്ല. 3x കണ്ടോ ഫേസ് ഇത്രയും ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ലോങ് നിൽക്കുകയാണ്. അപ്പോൾ 3x ഫേസ് നല്ലപോലെ പോർട്രേറ്റിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇനി 50 മെഗാ പിക്സലിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇതിപ്പം 12 ആണ് കിടന്നത്. ഇപ്പം എന്താ 50 മെഗാ പിക്സലിലാക്കിയിട്ടുണ്ട്. 50 മെഗാ പിക്സലിൽ 1x മാത്രമാണോ എടുക്കാൻ പറ്റുന്നത് അത് നോക്കാം. 2x എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം 50 മെഗാ പിക്സലിൽ നമ്മളിതാ 1x എടുക്കുന്നു, അടുത്ത് 2x എടുക്കുന്നു, അടുത്ത് 4x എടുക്കുന്നു. അത് കഴിഞ്ഞ് 5x നമ്മൾ 50 മെഗാ പിക്സലിൽ എടുക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നൈസ് ക്വാളിറ്റി ആയിരിക്കും. 50 മെഗാ പിക്സൽ മാക്സിമം 5x ആണ് കേട്ടോ സൂമിങ്. ആ ക്വാളിറ്റി കൊള്ളാം. ആ ഒരു ക്വാളിറ്റി കൊള്ളാം കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പോർട്രേറ്റ് വീഡിയോ 1x ഒരെണ്ണം കൂടെ ഫോക്കസ് പിടിക്കണം. നമുക്ക് ടെസ്റ്റ് ചെയ്യാമേ. ഇങ്ങനെ വെച്ചിട്ട് ഫോക്കസ് അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് പിടിക്കണമുണ്ടോ ഒന്നും അറിഞ്ഞൂടാ. എഫക്റ്റ് ഫുള്ളാണ് ഇട്ടിരിക്കുന്നത്. ക്ലോസ് പോകുമ്പോൾ ഫോക്കസ് പിടിക്കണം നോക്കട്ടെ. ഫോക്കസ് അത് ഇതിനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് നിൽപ്പുണ്ട്. താഴെ കിടക്കുന്നതിൽ ഞാനിപ്പോൾ ഫോക്കസ് കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്നത് ഫോക്കസ് മാറിയിട്ടില്ല. നമുക്കിനി 2x കൂടെ എടുത്ത് നോക്കാം കേട്ടോ. പോർട്രേറ്റ് വീഡിയോ ആണെന്ന് വലിയ വ്യത്യാസം അറിയാൻ പറ്റുന്നില്ല. ഹ്യൂമൻ സബ്ജക്റ്റിൽ നമുക്ക് എടുക്കാം. 2x എടുക്കാം. ഇനി ഇപ്പം പോർട്രേറ്റ് വീഡിയോയിൽ S24 2x എടുക്കുന്നത്. ഒരെണ്ണം എടുക്കൂടാ. ഒരെണ്ണം എടുക്കുമ്പം ഫോക്കസ് അതിൽ കിട്ടുമെന്ന് നോക്കാം. അതായത് റെഡി കാണിക്കുന്നുണ്ട്. ഫോക്കസ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറൊന്നും ആവുന്നില്ല. എന്നാലും റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഫോക്കസ് കുഴപ്പമില്ല, അതിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഫോക്കസ് ഇപ്പം താഴത്തേൽ ടാപ്പ് ചെയ്തിട്ടും മറ്റേതിന് ഫോക്കസ് ഒന്നും മാറിയിട്ടില്ല. ഹ്യൂമൻ സബ്ജക്റ്റ് തന്നെ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പം സ്റ്റെബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തോ. പോർട്രേറ്റ് ആണ് 1x എടുക്കുന്നതാണ്. സ്റ്റെബിലിറ്റി നോക്കിയോ, ഫോക്കസ് നോക്കിയോ. നമ്മൾ ബ്ലറ് 7 ഇട്ടിട്ടുണ്ട്. 5 കിടന്നത്. ഇപ്പം 7 ആക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വേറെ ആൾക്കാരൊക്കെ പോകണുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ഫോക്കസ് അവർക്ക് പിടിക്കണുണ്ടാന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് 2x റെക്കോർഡ് ചെയ്യാമേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 2x കേട്ടോ. 2x നിങ്ങൾ ഫോക്കസ് കാര്യങ്ങൾ ഔട്ട് ആവുന്നുണ്ടോ നോക്കിയാൽ മതി. വീഡിയോയിൽ റെഡി തന്നെയാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ഒരു കുഴപ്പമുണ്ട്, കാരണം ലൈറ്റ് ഇവിടെ ഡള്ളാണ്. ഫോക്കസും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. ഇതാണ് ആ ഒരു 2x റെക്കോർഡ് ചെയ്യണം കേട്ടോ. ഫോക്കസ് ഇപ്പോൾ അവിടുത്തെ മലക്കറിയിൽ ഞാൻ കൊടുത്തപ്പോൾ ആയിട്ടില്ല. ആൾ പോയപ്പോൾ മലക്കറിയിൽ ഫോക്കസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പോർട്രേറ്റ് ഫ്രണ്ട് വീഡിയോ ആണ് കേട്ടോ. സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ബ്ലൂബെറി ഒരെണ്ണം എടുക്കാനായിട്ട് പോവുകയാണ്, കേക്ക് ഉണ്ടാക്കാനായിട്ട് അവന്. അപ്പം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയോ. ഫോക്കസ് ഔട്ട് ആവണുണ്ടോ നോക്കിയോ. ഞാനിപ്പോൾ ക്യാമറയിലാണ് നോക്കുന്നത്. ബാക്കിൽ മലക്കറിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ബ്ലറാണ്. ഫോക്കസ് ബ്ലറ് 7 ഇട്ടിരിക്കുന്നത്. അപ്പം സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഡുവൽ മോഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ജ്യൂസ് എടുക്കാൻ പോകുകയാണ് ഗൈസ്. എന്നെ നിങ്ങൾക്ക് കാണാം, പിറകിൽ ലുലു മാളിൻ്റെ ജ്യൂസ് എടുക്കാൻ പോകണതും കാണാം. അങ്ങനെ ഒരു മോഡുണ്ട്. സൗണ്ട് ഞാൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും ട്രോപ്പിക്കാന കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും നമ്മളൊന്ന് എടുക്കട്ടെ ഗൈസ്. അപ്പോൾ രണ്ടുപേരെയും കാണാനുള്ളൊരു മോഡാണ് ഈ ഡുവൽ മോഡ്. അത് ഇതിനകത്ത് മോറിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടാൽ ഇങ്ങനെയായിരിക്കും. നമ്മൾ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോഴായിരിക്കും അത് വരുന്നത് കേട്ടോ. എന്നെ വലുതായിട്ട് കാണാം, ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് കാണാം. ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ മുമ്പ് അതിൽ ടാപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 ആണ്. നമ്മൾ ലുലുവിൽ നിന്ന് ഹൈപ്പറിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു, കുറച്ച് ബ്രോസ്റ്റഡ് മേടിച്ചു, അതുപോലെ തന്നെ മയണൈസ് മേടിച്ചു, 2 ട്രോപ്പിക്കാന എടുത്ത്, ഗോയ എടുത്തു, ലിച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അൾട്രാ വൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഇതോ അവിടെ ചായയും ഇവിടെ കൊടുക്കണം. ലുലുവിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവിടെ ഞെരിച്ച തിരക്കാണ് കേട്ടോ. സൂമിന് 12 വരെ പോകും കേട്ടോ. ഇതാണ് ടർബോയുടെ പോസ്റ്ററൊക്കെ. നമ്മുടെ എന്താ ലുലുവിൻ്റെ ഇതേതാ PVR അല്ലേ, PVRൻ്റെ ആ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്ന ഇതാണ് കേട്ടോ. ഐമാക്സ് അത് മാക്സിമം 12 വരെ പോകും കേട്ടോ. 1080p 60 അൾട്രാ വൈഡിൽ നിന്ന് 12 വരെ പോകും. 1x നിന്നും ഇത്രയാണോ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കല്ലാതെ സ്വിച്ച് ചെയ്യാം. 1x 2x 3x 10x 12x അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി. ഇനി 1x നിന്നും റെക്കോർഡ് ചെയ്ത് നോക്കട്ടെ. ആണ് ഗൈസ് 1080p 1x റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ, അതുപോലെ തന്നെ ഒരു മയോണൈസ്. ഞാൻ മയോണൈസ് ഒന്നും ഇപ്പം വലുതായിട്ട് അങ്ങനെ കഴിക്കണമല്ല, ഇപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ ഗൈസ് എങ്ങനെയാണെന്ന്.
നമ്മൾ സ്ഥിരം പറഞ്ഞായിട്ടൊന്നും പറയാനില്ല കാര്യം. ഇതാണപ്പം 1x റെക്കോർഡ് ചെയ്യണം എങ്ങനെയാണ്. മൈക്ക് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും, കാരണം ബാക്കിയത് ചിക്കൻ കിടക്കുന്നതുകൊണ്ടാണ്. സൂമിന് 3x നിന്നും 12x തന്നെയാണ് കേട്ടോ. 4K മാത്രമേ ഉള്ളൂ. അൾട്രാ വൈഡിൽ നിന്നും സൂമിന് വലുതായിട്ട് പോകുന്നത് 2x വരെ പോകുള്ളൂ. തിരക്ക് പൊതുവേ കുറവാണ്. ഇത് അവിടെ വടയും ചായയും കൊടുക്കുന്നിടത്ത് നല്ല അടിയുണ്ട് കേട്ടോ. ഇതാണപ്പോൾ 1x നിങ്ങൾ ഈ ഫോൺ എടുത്താൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. ആ ഒരു സ്വിച്ചിങ്ങിന് കുറച്ച് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര ലാഗല്ലടായി, ഒരു ചെറിയൊരിത്, വേറൊന്നുമില്ല. അങ്ങനെ അപ്പം ഞാൻ ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പോർട്രേറ്റ് വീഡിയോ കണ്ടു, പിന്നെ നോർമൽ ഡയറക്ടേഴ്സ് വ്യൂ കണ്ടു, അതുപോലെ തന്നെ 4K കണ്ടു, ഫോട്ടോസ് കണ്ടു, പോർട്രേറ്റ് ഫോട്ടോസ് കണ്ടു, നൈറ്റ് മോഡ് കണ്ടു. ഇത്ര സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഫോൺ എടുത്താൽ. അതുപോലെ തന്നെ വേറെ എനിക്ക് ഡീമെറിറ്റായിട്ട് തോന്നിയ ഒരൊറ്റ കാര്യമുള്ളൂ അവിടെ, ഹീറ്റിങ്. കൊന്നു കളഞ്ഞ ഈ സാധനം വെറുതെ എടുത്ത് വെച്ചാൽ ഹീറ്റിംഗ് ഇടായി. എൻ്റെ കൂടെ എവനും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ആൾക്കും ഞാൻ ഫോൺ എടുത്ത് 2 ഫോട്ടോ എടുത്തിട്ട് കയ്യിൽ കൊടുത്തപ്പോൾ, ഫോൺ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ ആൾക്കും നല്ല ഹീറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എക്സിനോസിൻ്റെ ഈ ഒരു ഊള പ്രോസസ്സർ കാരണമാണ് ഈ ഒരു ഹീറ്റ് വരാൻ കാര്യം. സോ സ്നാപ്ഡ്രാഗൺ ആയിരുന്നെങ്കിൽ ഈ ഒരു നോർമൽ യൂസിന് വലിയ ഹീറ്റിംഗ് വരില്ലായിരുന്നു. ആ ഒരു ഡീമെറിറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഫോട്ടോയ്ക്കൊക്കെ പൊടിയടായി. നൈറ്റ് മോഡിന് കൊള്ളാം. വീഡിയോയിൽ ഒഴുക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാർജ് എത്ര ശതമാനം? ചാർജ് 63%. ഇന്നലെ രാത്രി ഞാൻ 100% ആക്കിയിട്ട് ഇന്നലെ രാത്രി നൈറ്റ് മോഡ് എടുക്കാൻ പോയി. ഇന്നൊക്കെ ഫുള്ള് പരിപാടി ഇതിൽ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കണ്ട എല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് 63 ആയിട്ടുള്ളത്. ബാറ്ററി ഒന്നും വലുതായിട്ട് ഇറങ്ങണ്ട. 24 ആണെന്നും വെച്ച് ബാറ്ററി ഒന്നും അങ്ങനെ വലുതായിട്ട് പോണില്ല. 23 അപേക്ഷിച്ച് വലുതായിട്ട് ചാർജ് ഇറങ്ങല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് പെർഫോമൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. ഇതാണ് ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന 4K 60 FPS. നമ്മൾ സിനിമാറ്റിക് മാത്രമേ ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് 4K 60 FPSൻ്റെ ആ ക്വാളിറ്റി പറഞ്ഞത്. ഇപ്പോൾ ഇരിക്കുകയാണ്, പുറത്ത് സൗണ്ട് ഉണ്ട്, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇനി 1080p നോക്കാം. നമുക്ക് സൂമിന് പറ്റോ ഇല്ലയോ നോക്കട്ടെ. സൂമിന് സൂം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് വീഡിയോയിൽ സൂം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 1080pയുടെ ക്വാളിറ്റി കൂടെ കാണിച്ചു തരാം. ആണ് ഗൈസ് 1080p 60 FPS 30 FPS ഞാൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളിപ്പം മൂവ്മെൻറ്റ് ഒഴുക്കവും കാര്യങ്ങളൊക്കെ ഉള്ള ഫുട്ടേജാണ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും 30 FPS എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 8K ഫ്രണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ബാക്കിൽ മാത്രമേ പറ്റുള്ളൂ. 8K എടുത്താലും നിങ്ങൾക്ക് എവിടെ കൊണ്ടിട്ട് കാണിച്ചോളണമെന്ന് എനിക്ക് അറിഞ്ഞിടാത്തത് കൊണ്ട് ഞാൻ 8K എടുക്കുന്നില്ല. വേണമെങ്കിൽ 8K ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് സൂമിനായിട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യത്തെ പറഞ്ഞാൽ ഇല്ല. അത് അങ്ങനെയൊന്നും ആരും മെനക്കടാ മോഡൽ ചെയ്തെടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി അപ്പം കുറച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഡള്ളായിട്ടുണ്ടോ വീഡിയോ? ക്യാമറയിൽ ഇതുണ്ടാ നോക്കട്ടെ. ഇങ്ങനെ തന്നെയല്ലോ. ലൈറ്റിൻ്റെ പ്രശ്നമല്ല, ചെറിയൊരു മങ്ങലുണ്ടാളിയാ. നോക്ക്, ഒരു മങ്ങലുണ്ടല്ലേ. ഫ്രണ്ട് ക്യാമറയിൽ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ഫോക്കസ് ലോക്കല്ല. ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ റെക്കോർഡിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും അല്ല, കണ്ടല്ല. ഇതാണ് കാര്യം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. ഇങ്ങനെ ഫുട്ടേജസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് കിടക്കായിരുന്നു കേട്ടോ. കൈക്കകത്തിരിക്കാനൊക്കെ നല്ല ഫീലാണ് ഉണ്ടായി. ചെറിയ ഫോൺ ഇപ്പം നമ്മളിപ്പോൾ ഒരു 15 എടുത്ത് വെച്ചാൽ പോലും എനിക്ക് ഈ ഒരു ഫീൽ കിട്ടില്ല കേട്ടോ. അതായത് കുറച്ച് സ്ലിമ്മാണ്, കുറച്ചുകൂടെ നീളമുള്ള രീതിക്ക് ഇരിക്കണമുണ്ട്. അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഇത് പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നേന്. അതായത് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി പൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഫീലാവും. അപ്പം എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നി ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി. സെറ്റല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറഞ്ഞതെന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കിയാൽ മതിയേ. കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് S24ൻ്റെ വിശേഷങ്ങൾ. ഇനി ഗെയിമിംഗ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വീഡിയോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയ അപ്ഡേഷനിൽ AI ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇത്രയും കാശ് കൊടുത്ത് S24 എടുക്കുന്നതിന് പകരം S23 എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പ്രോസസ്സർ കിട്ടും. അപ്പം അത് നല്ലതാണ്ടേ കുറച്ചുകൂടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ശരി.